ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണേ പറയാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പം സമയം ഏകദേശം എത്രയായി? 2:15 അപ്പോൾ 2:15 തൊട്ടുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. വളരെ ചെറിയൊരു കൊച്ചു വ്ളോഗാണ്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമുക്ക് ലീവാണ്. അപ്പം കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്ലാസ് തുടങ്ങിയില്ല, അപ്പം തന്നെ എക്സാമായി. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 3-4 പേപ്പറൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞ്, അപ്പോൾ ബാക്കി ഇരുന്ന് എഴുതുകയാണ് ഗൈസ്. നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ 12:15 ആയി. പിന്നെ ഫുഡും കഴിച്ചു. ഒന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഓർത്തൊരു വ്ളോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് എല്ലാവരെയും വ്ളോഗൊക്കെ കാണുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ് എടുത്താന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുകയാണ് ഗൈസ്. നമുക്ക് അസൈൻമെൻറ്റ് പെൻഡിങ് ആണ്. നമുക്ക് എന്നാ ഈ ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച വെക്കാനുള്ള അസൈൻമെൻറ്റാണ്. അപ്പം നമ്മളത് കംപ്ലീറ്റ് ആക്കി വെക്കണം. അപ്പം ഇല്ല, നമുക്ക് ഓരോ മാർക്ക് കുറയ്ക്കുമെന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അസൈൻമെൻറ്റ് ഒന്ന് എഴുത്താണ്. ഓറഞ്ച് അയ്യേ ചുമ്മാ തന്നെ. അപ്പം നമുക്ക് അസൈൻമെൻറ്റും കാര്യം എഴുതാം. എടി നന്ദാപ്പി, ഇതൊന്ന് തുറന്നു തന്നെ. ഓക്കെ, സെറ്റ്. അപ്പോൾ ബൈ. ഇല്ല ആയി. പക്ഷെ നമ്മൾ എഴുതാനായിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ വധൂരികൾ സൈഡിൽ ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കും. പിന്നെ എഴുതാനുള്ള മൂഡ് അങ്ങ് പോയി ഗൈസ്. ഇത് കൊള്ളാം. നീ ഇന്നലെ എന്താ കൊള്ളാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെ കുറേ എണ്ണങ്ങൾ കാണും ഗൈസ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ നോട്ട് എഴുതാനായിട്ട് പോകും. കുറേ വധൂരികൾ ഇങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുറേ ശല്യപ്പെടുത്താനായിട്ട് വരും, കുറേ ഡിസ്ട്രാക്ഷനായിട്ട്. അങ്ങനെ കുറേ എണ്ണങ്ങൾ വന്ന് വരക്കി പോയി. അപ്പം നമ്മളിനി പഠിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് നോട്ട് എഴുതാനുണ്ട്. പിന്നെ നമുക്കിത് എഴുതാം ഗൈസ്, എഴുതണം. പഠിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും വരുന്നു. ഒരു ഡിസാസ്റ്റർ ഇവിടെ വന്നു കയറിയിട്ടുണ്ട്. നീ പഠിക്കുന്നില്ല, കുറെ നേരം ആയല്ലോ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒന്ന് എഴുതി വരുമായിരുന്നു. ചപ്പ്. ഇതെന്തത്? ബിരിയാണി. നമുക്ക് ബിരിയാണിയാണോ? അടിപൊളി. വിളിച്ചേ വാവ്. ചിക്കൻ ആയിരിക്കുമല്ലേ? 2 ബിരിയാണി. സൂക്ഷിച്ച് ചെയ്തല്ലോ ഒരു സൈഡിലേക്ക് വെച്ചോ. ഗായ്സ്, ഇന്നാണ് നമുക്കൊരു സന്തോഷത്തിനുള്ള വക. എന്താണെന്ന് അറിയത്തില്ല, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ ഇത് ബിരിയാണിയാണ് നമുക്ക് കഴിക്കാനായിട്ട്. ഞങ്ങളോട് ആദ്യമേ പറഞ്ഞു ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോർത്ത് ഓക്കെ, വലിയ എന്തെന്നും കാണും. പക്ഷെ ഇന്ന് ബിരിയാണിയാണ് ഗൈസ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാക്കി പോയ വിദ്യത വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്? ഞങ്ങൾക്ക് അലക്കാൻ കുറെ തുണിയുണ്ട്. വീട്ടിൽ പോയതല്ലേ? എനിക്ക് അലക്കാനിരിക്കുന്നു. നമ്മുടെ ലൈറ്റ് അടിച്ചു പോയി ഗൈസ്. ഞാൻ പോയപ്പോ എന്റെ കൂടെ ലൈറ്റും പോയി. ഐശ്വര്യം വന്ന് കയറിയത് അങ്ങോട്ട് പോയി. പിന്നെ ഇതൊക്കെ മതി നിനക്ക്. നന്ദനാനെ കണ്ട നീ? ഇറങ്ങിയിട്ടുണ്ട്. അപ്പറേ കാണും. വേഗം എടുത്ത് മാറ്റല്ല. ഒരു വാക്ക കൊണ്ടുപോകുന്നില്ല. ദുഷ്ട. പറ കേക്കട്ടെ. ഹായ് ഗായ്സ്, നമ്മളിത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം തയ്പ്പിക്കാനായിട്ട് പോവാണ്. സെപ്റ്റംബർ 1 തൊട്ട് കോളേജിൽ യൂണിഫോം ആണെങ്കിൽ കമ്പൽസറി ആക്കി എല്ലാവരും യൂണിഫോം തയ്ച്ചു. ഞാൻ മാത്രം തയ്ച്ചില്ല. അപ്പോൾ തയ്ക്കാനായിട്ട് പോവാണ്. ഇതാ എൻ്റെ യൂണിഫോം. ഇത് ചേച്ചി എനിക്ക് ശനിയാഴ്ച തന്നോ?
ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച മതി. ഇപ്പൊ വരും. നന്നേടി ഇപ്പൊ വരും. കൂട്ടിലായതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അല്ല കാണാം. ഇത് മൾബറിക്കാ, നിനക്കറിയത്തില്ല? ഇത് ഓണത്തിനൊക്കെ ഇടുവല്ലോ അത്തപ്പൂക്കളത്തില്. പൂച്ചവാലൻ ചെടി കണ്ട, പൂച്ചയുടെ വാല് പോലെ ഇരിക്കുന്നേ. എന്നിട്ട് ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെക്കും. എന്റെ ബാക്ക് വെക്കണ്ട. ഗൈസ്, നമ്മളെപ്പോഴും ഇങ്ങനെ സിറ്റി ലൈഫ് മാത്രം എൻജോയ് ചെയ്താൽ മാത്രം പോരാ. ഇങ്ങനെ എന്താ പറയുക, നാട്ടും പുറവും കൂടെ നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ഫുള്ളാവത്തുള്ളൂ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പാടം എന്ന് വേണേൽ പറയാം. ഇപ്പോൾ പാടത്ത് നെല്ലും കാര്യങ്ങളൊന്നുമില്ല. അത് സീസണൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. സീസണൊക്കെ ആകുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ബണ്ടും കാര്യമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പിള്ളേരൊക്കെ വന്നിരിക്കും. പിന്നെ ഒരു സൈഡിൽ ഫുട്ബോളൊക്കെ കളിക്കുക. പണ്ടൊക്കെ സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തത്തയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ, പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഉള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്. കണ്ട ഗായ്സ്, ഇതേ ഞാൻ പറഞ്ഞു ഇവിടെ ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കാരണം ഇത് എനിക്ക് തോന്നുന്നു പാടത്തേക്ക് വെള്ളം കയറ്റി വിടാനായിരിക്കുമെന്ന്. പക്ഷെ അടിപൊളിയാട്ടോ ഗായ്സ്. ഇവിടെയൊക്കെ വന്നിരിക്കും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനൊക്കെ ആയിരിക്കും. കണ്ടോ ബൈക്കിൽ അങ്ങ് അകലെ കുറേ പശുക്കളും പിന്നെ വീടും ഒരു ഏസ്തറ്റിക് വൈബ്. പിന്നെ തൊട്ട് ബാക്കിലായിട്ടാണെങ്കിൽ അവിടെ ആയിട്ടാണെങ്കിൽ ഒരു അമ്പലവും ഉണ്ട്. അതായത് അമ്പലം എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു കൊച്ചമ്പലമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ. പിന്നെ ബാക്കിലായിട്ടാണ് മറ്റേ യെല്ലോ കളറിലുള്ളൊരു പൂവില്ലേ, അതും ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നിരിക്കുക അടിപൊളി. ശരിക്കും ഇതൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. എന്നാലും പക്ഷെ അടിപൊളി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ബൈ.